അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വൈജയന്തിക്കാണ് ആകെപ്പാടെ ടെൻഷനായിരുന്നു. രോഹിത്ത് അലീനയെ കാണാൻ പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ അവന് മാറ്റങ്ങളുണ്ട്. ഇനിയിപ്പോ തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു ആണോ? അത് മാത്രമല്ല രോഹിത്ത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു വൈജയന്തിയോട്. കല്യാണത്തിന് മുമ്പ് അമ്മ പ്രസവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അച്ഛന് രഹസ്യ ബന്ധമുണ്ടോ അതൊന്നും എനിക്കറിയില്ല. അതൊന്നും ഞാൻ അന്വേഷിച്ചു നടക്കേണ്ട കാര്യമില്ല. കാരണം വൈജയന്തി അതുപോലത്തെ വാക്കുകളൊക്കെയാണ് രോഹിത്തിനോട് പറഞ്ഞത്. അങ്ങനെ വൈജയന്തിയുടെ മനസ്സിൽ അതൊക്കെ കിടക്കുകയാണ്. അതൊക്കെ വെച്ചോണ്ട് വൈജയന്തി എന്നിട്ട് ചോദിച്ചു, എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്നോട് എന്ത് വർത്താനോടാ പറഞ്ഞേ? അവളെ കാണാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം അച്ഛന് രഹസ്യ ബന്ധമുണ്ടോ അല്ലെങ്കിൽ അമ്മ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചിട്ടുണ്ടോ അതൊന്നും എനിക്കറിയില്ല എന്ന് നീ എന്താടാ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ? അത് കേട്ടപ്പോഴത്തേനും രോഹിത്ത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ മുഖത്ത് വല്ല പതർച്ചയുണ്ടോന്ന്? ഇല്ല, പതർച്ചയൊന്നുമില്ല. അല്ല, നീ അങ്ങനെ അത് ഊന്നി പറയണമെങ്കിൽ ആ വാക്കി പിടിച്ച് കയറണമെങ്കിൽ എന്തേലും ഒരു കാരണം കാണുമല്ലോ. എന്താമേ അമ്മയ്ക്ക് എന്താ ഞാനിത് പറഞ്ഞപ്പോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചോദിച്ചു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനത് അപ്പോഴത്തെ ഇതിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. അതിന് അമ്മ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വൈജയന്തി ഒന്ന് ഞെട്ടി. എന്താടാ നീ പറഞ്ഞേ? അല്ല, ഞാനങ്ങ് പറഞ്ഞപ്പോ അമ്മ ഇത്ര ടെൻഷൻ അടിക്കുന്നോണ്ട് ചോദിച്ചാ. ഞാനത് വിട്ടു. ഇനിയിപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അത് മാത്രമല്ലോ, നീ എന്നോട് ചോദിച്ചല്ലോ അപ്പൊ സത്യസന്ധയാണോ? അമ്മയുടെ മനസ്സിൽ കളങ്കമൊന്നുമില്ലെന്ന് നമുക്ക് നെഞ്ചി കൈ വെച്ച് പറയാൻ പറ്റുമെന്ന്. എന്താടാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അമ്മയുടെ മനസ്സിൽ കളങ്കം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. എന്ത് കളങ്കം? അമ്മയുടെ മനസ്സിൽ കളങ്കം ഉണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ പിന്നെ ഇനി കൂടുതൽ അങ്ങോട്ട് ചോദ്യത്തിനെ പറിച്ചിട്ടൊന്നും ആവശ്യമില്ലോ. അതേടാ, സ്വന്തം അമ്മയെ തന്നെ നീ ചോദ്യം ചെയ്യണം. ഞാൻ നിന്നോട് എന്ത് കള്ളത്തരോടാ പറഞ്ഞിരിക്കുന്നേ? അതെന്തേലും ആയിക്കോട്ടെ. എന്താടാ ഞാൻ കള്ളത്തരം പറഞ്ഞെന്ന് നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞു തന്നോ? എന്നോട് അച്ഛനൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാടാ നീ ഇതൊക്കെ പറയണേ? ഞാൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കറിയാം അങ്ങേരായിരിക്കും എന്തായാലും പറഞ്ഞിരിക്കുന്നേ. എന്താമേ, അച്ഛനും അമ്മയും തമ്മിൽ എന്തേലും രഹസ്യങ്ങളുണ്ടോ ഞങ്ങളോട് പറയാതിരിക്കുന്നേ? എന്ത് രഹസ്യം? ഞാനും അങ്ങേരും തമ്മിൽ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. എങ്കിൽ ശരിയാ. എടാ, ഇത് നീ തന്നെ പറയണം. എന്റെ മനസ്സിൽ രഹസ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. നിനക്ക് നിന്റെ അച്ഛനും ഒക്കെ സംശയമായിരിക്കൂലേ? എന്നാ കയറി ചകഞ്ഞു നോക്കടാ. ചകഞ്ഞു നോക്കിയിട്ട് എന്താവാനായിട്ടാ? ചിലരുടെ മനസ്സിലൊക്കെ ചകഞ്ഞു നോക്കിയാലും പ്രത്യേകിച്ചൊന്നും പുറത്തു വരാനില്ല. പക്ഷേങ്കില് ചിലരുണ്ട് എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. കയറി ചകഞ്ഞു നോക്കുമ്പോൾ അറിയാം, നമ്മൾ വരെ ഞെട്ടിപ്പോവും. ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല രഹസ്യങ്ങളുടെ ആ സമയത്തായിരിക്കും തുറക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി രോഗത്തിന്റെ ഒരു ഞെട്ടലോട് നോക്കുക. ഇവരെന്തൊക്കെയോ കുത്തി കുത്തി പറയുന്ന പോലെ ഇടയ്ക്കൊരു തോന്നല് വൈജയന്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് രോഗത്തി വെച്ച്, അമ്മ എന്തിനാ അമ്മ ഇത്ര ടെൻഷൻ അടിക്കണേ? ഞാൻ അപ്പോഴത്തെ ഇതില് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താമേ, അമ്മയുടെ മനസ്സിലുണ്ടോ എന്തേലുമൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്. മനസ്സില്ല നിന്നോട് പറയാനായിട്ട്. നീ എന്നെ ചോദ്യം ചെയ്യാറായോ? അമ്മേ, ഞാനാണ് അമ്മയെ ചോദ്യം ചെയ്യാൻ വന്നേ. ഉറങ്ങാൻ കിടന്ന് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് CBI മോഡൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വൈജയന്തിക്ക് ദേഷ്യമായി. വൈജയന്തി കുറച്ച് സമയം അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പിന്നീട് ഒന്നും മിണ്ടാതെ കൂടെ ഇറങ്ങിപ്പോയി. വൈജയന്തി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവനും മനസ്സിലായി. കാരണം അമ്മയുടെ മനസ്സിൽ സംശയങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. തനിക്കും അച്ഛനും എന്തെങ്കിലും അറിയാവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഈ ടെൻഷന്റെ കാരണം. അങ്ങനെ ഒടുവില് വൈജയന്തി മുറിയിലേക്ക് വരുവാണ്. വൈജയന്തിക്ക് വല്ലാത്തൊരു അസ്വസ്ഥയുണ്ടായി. എന്ത് ചെയ്യണം എന്ന് അറിയണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ബാലേന്ദ്രന് കാര്യങ്ങളൊക്കെ അറിയാവോ? തന്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിയോ? അതെങ്ങനെ അറിയാനായിട്ടാ? വൈജയന്തിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം രോഹിത്ത് പറഞ്ഞ വാക്കുകളൊക്കെ, അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പാളിപ്പാളി നോക്കുന്നുണ്ടായിരുന്നു. അതിനർത്ഥം അവൻ എന്തേലും അറിയാന്നാണോ? അങ്ങനെ എങ്ങനെ അറിയാനായിട്ടാ? തന്റെ സ്റ്റാലിയുടെ ബന്ധത്തെക്കുറിച്ച് ശിവേട്ടനും ഗംഗേട്ടനും അമ്മയ്ക്കും അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവണിയമ്മാവും രാധാമ്മയ്ക്ക് അറിയാം. അവർ രണ്ടുപേരും മരിച്ചുപോയി. അപ്പൊ പിന്നെ അവരാരും ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയത്തില്ല. പിന്നെ സ്റ്റാൻലിയുടെ വീട്ടുകാര്, അവര് പുനലൂർ അങ്ങാണ്ടുണ്ട്. ഇനിയിപ്പോ അവരെങ്ങാനും ബാലേന്ദ്രനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരിക്കുമോ? സ്റ്റാൻലിയെ കുറിച്ചുള്ള സൂചന എന്തെങ്കിലും ബാലേന്ദ്രന് കിട്ടി കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ അന്വേഷിച്ചു പോയി കാണുമോ? ഉള്ള മനസമാധാനം വൈജയന്തിയുടെ നഷ്ടപ്പെട്ടു. ഉറക്കമില്ലാതെ വൈജയന്തി ഇങ്ങനെ ആലോചിക്കുവാണ്. സ്റ്റാലിൻ എന്നുള്ള പേര് ഇപ്പൊ വൈജയന്തി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പേരാണ്. ഒരു കാലത്ത് തന്റെ എല്ലാം ആയിരുന്നവനാണ്. എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അയാളോടൊപ്പം ജീവിക്കാനായിട്ട്. അയാളുടെ കുഞ്ഞിനെ ഉദരത്തിൽ പേറി ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രതീക്ഷകളും മോഹങ്ങളും ആയിരുന്നു. എന്തൊക്കെ ജീവിത സ്വപ്നങ്ങളും നെയ്തു കൂട്ടിയതാ. ഒടുവിലൊന്നും അല്ലാതായി തീർന്നു.
8 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ലീവിന് നാട്ടിലേക്ക് പോയി. വീട്ടുകാരുടെ സമ്മതം വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നില്ല. 10 ദിവസം കഴിഞ്ഞു. 11ാമത്തെ ദിവസം ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ വരുമ്പോൾ നിർവേറുമായിട്ട് താൻ നിൽക്കുന്ന കാഴ്ച അവർ കാണുന്നേ. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ താൻ അവരോടൊപ്പം പോകാൻ തയ്യാറായതുമില്ല. സ്റ്റാൻലി വരും തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു താൻ. 2-3 ദിവസം അവർ കാത്തു. ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ അവിടെ ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചു. സ്റ്റാൻലി വരുന്നേ കത്ത്. പക്ഷെ സ്റ്റാൻലി വന്നില്ല. തനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് ഫോണും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവില് ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ പറഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്റ്റാൻലിയെ വിളിച്ചു വരുത്താം. അവനവിടെ വരട്ടെ. പിന്നീട് കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനിക്കാന്ന്. അങ്ങനെ ആ തീരുമാനത്തിൽ എത്തുവതേ. വീടിന്റെ ഓണറോട് പറഞ്ഞു സ്റ്റാൻലി വന്നു കഴിയുമ്പോൾ പുല്ലോർക്ക് പോയെന്നും അല്ല നാട്ടിലേക്ക് പോയെന്നും അവിടേക്ക് വരാൻ പറഞ്ഞതൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതൊക്കെ വൈജയന്തിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും വരുവാണ്. സ്റ്റാൻലി എന്നിട്ടും തന്നെ ചതിക്കുകയോ ചെയ്തേ. തന്നെ കാണാനായിട്ട് വന്നില്ല. അയാളെപ്പോഴും ദുഷ്ടം താൻ കണ്ടിട്ടില്ല. ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് ഒരു ജീവിതം പോലും തനിക്ക് തരാതെ കടന്നു കളഞ്ഞവനാണ്. ഒരിക്കലും ഇനി ആ മുഖം പോലും കാണില്ല എന്നാണ് വൈജയന്തിയുടെ മനസ്സിലെ പ്രാർത്ഥന. ഒടുവിൽ തന്നെയും കൊണ്ട് ഗംഗണ്ണി ശിവേട്ടനും ഒക്കെ പോയത് രാവണ്യമ്മാവന്റെ വീട്ടിലേക്കായിരുന്നു. കാരണം ഈ അവസ്ഥയിൽ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നിട്ടുണ്ട്. നാട്ടുകാരൊക്കെ മൂക്കത്ത് വിരൽ വെക്കും. കാരണം കല്യാണം കഴിയാതെ ഗർഭിണിയാന്ന് പറഞ്ഞാൽ അത്ര നല്ല സുഖമുള്ള ഏർപ്പാടല്ലല്ലോ. അപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കലും പറച്ചിലോ. അതുകൊണ്ട് സ്റ്റാൻലിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് പോയാൽ മതി. അതുവരെ രാവണ്യമേനോന്റെ അമ്മാന്റെ വീട്ടിൽ താമസിക്കാനായിട്ട് പറഞ്ഞു. അത് തനിക്കും സമ്മതമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അച്ഛൻ കാണാൻ വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛൻ്റെ കാല് വീണ്ടും പൊട്ടിക്കരഞ്ഞു. അച്ഛനും തന്നെ ആശ്വസിപ്പിക്കുക ചെയ്തേ. ഒടുവിൽ അച്ഛനും ഗംഗേണ്ണനും ശിവേട്ടനും എല്ലാവരും കൂടെ പുനലൂർക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. താനും കൂടെ ചെല്ലാന്ന് പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും സമ്മതിച്ചില്ല അച്ഛന്. വേണ്ട, ഇപ്പം നീ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിൽ പോയിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ അത്ര നല്ല വാർത്തയും കൊണ്ടൊന്നും അല്ല അവർ വന്നിരുന്നേ. വൈജയന്തിക്ക് അതൊക്കെ ഓർക്കും ഭയങ്കര വിഷമമായിരുന്നു. അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല പോലും. അവർക്ക് ഇങ്ങനെ ഒരു ആലോചന വേണ്ടെന്ന്. അവരുടെ മകനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന്. ഒടുവിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കും ഭയങ്കര വിഷമമായി. അങ്ങനെ പിന്നീട് തനിക്ക് വേറെ വിവാഹം ആലോചിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു വേണ്ട, എനിക്കിപ്പോൾ അതൊന്നും വേണ്ട. 4-5 ദിവസം കൂടെ താൻ നോക്ക് സ്റ്റാൻലിയെ. സ്റ്റാൻലി വരും, ഉറപ്പായിട്ടും എന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരാഴ്ചയോളം കാത്തിരുന്നിട്ട് സ്റ്റാൻലി വന്നില്ല. വീണ്ടും അച്ഛനൊക്കെ അവിടെ ചെന്നു. പക്ഷെ അപ്പം അറിയാൻ കഴിഞ്ഞ കാര്യം സ്റ്റാൻലിയുടെ നിശ്ചയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേറൊരു പെൺകുട്ടിയായിട്ട് വിവാഹം ഉറപ്പിച്ചെന്നായിരുന്നു. അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അന്ന് അനുഭവിച്ച ആ വേദന അതിപ്പോഴും നെഞ്ചിലുണ്ട്. അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം. പിന്നീട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. 1-2 ദിവസങ്ങളും കഴിഞ്ഞുപോയി. ഡേറ്റിന് പിന്നെ 8-9 ദിവസം ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്നൊരു വേദന വന്നു. വൈകുന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ അലറി വിളിക്കുക. പിന്നെ എപ്പോഴോ ബോധം പോയത് താൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ബോധം വീണ് കഴിഞ്ഞപ്പോൾ എത്ര ദിവസം കഴിഞ്ഞെന്ന് പോലും തനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്താ എങ്ങനെയൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ആശുപത്രിയിലാന്നുള്ള കാര്യം മനസ്സിലായി. അതറിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്നു. സിസ്റ്ററോട് ചോദിച്ചു. കാരണം തൻ്റെ വയറൊക്കെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് വൈജയന്തിക്ക് തോന്നി. താൻ പ്രസവിച്ചിരിക്കുന്നു. അപ്പോൾ കുഞ്ഞിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോഴേക്കും ആ നേഴ്സ് പറഞ്ഞു അതെ, സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേരിൽ ഒരാളെ രക്ഷിക്കാനായിട്ട് പറ്റുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നീട് ഡോക്ടറാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അമ്മയോ കുഞ്ഞോ എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പം അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അറിയാതെ വൈജയന്തി വയറിൻ്റെ മേൽ കൈ വെച്ച് പോയി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു താനും സ്റ്റാൻലിയും കൂടെ നെയ്ത് കൂട്ടിയത്. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞ പോലെ ഒരു ചിന്തയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും വൈജയന്തിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊന്നും വൈജയന്തി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമായിരുന്നല്ലോ. താൻ മാത്രം എന്തിനും ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇടയ്ക്ക് ശിവേട്ടൻ ബെഡിനടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കും. ആ സമയത്ത് താൻ പൊട്ടിക്കരയും. ഇങ്ങനെയായിരുന്നോ തൻ്റെ വിധി? തൻ്റെ കുഞ്ഞ് എന്തൊക്കെയായിരുന്നു? ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ താനും സ്റ്റാലിയും കൂടെ ചേർന്ന് പേരിടും. ചിലപ്പോൾ ഒരു പക്ഷെ നാളെ സ്റ്റാലി വന്ന് കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചാലോ താൻ എന്തു മറുപടി പറയും? അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ വൈജയന്തിയുടെ സമനില തെറ്റി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥ. ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം നേഴ്സിനോട് കാര്യങ്ങളൊക്കെ തിരക്കി. തൻ്റെ കുഞ്ഞ് ആണോ പെണ്ണോ അതൊക്കെ അറിയാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു. അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. സ്റ്റാൻലി ആഗ്രഹിച്ച പോലെ ഒരു പെൺകുഞ്ഞിനെ തന്നെയാണ് ദൈവം തനിക്ക് തന്നെ. പക്ഷെ അതിനെ വളർത്താനായിട്ട് പറ്റിയില്ല. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും വൈജയന്തിക്ക് വല്ലാത്തൊരു വിഷമമായി. തൻ്റെ പഴയ കാല കാര്യങ്ങളൊക്കെ വൈജയന്തി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് വെക്കുമായിരുന്നു.
കാരണം അതൊന്നും വൈജയന്തിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.